ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് പാൽച്ചുരത്തിലാണ്. ഈ പാൽച്ചുരത്തിൽ ഈ തിരക്കെല്ലാം കാണുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ നമ്മുടെ കേരളത്തിലെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീടിന് ചെറിയ ദൂരമേ ഉള്ളൂ. ഈ പാൽച്ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ കൊട്ടിയൂരമ്പലത്തും. അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്ക് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എനിക്ക് 10-20 മിനിറ്റ് കൊണ്ട് ചുരം ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ ഏകദേശം 3/4 മണിക്കൂറിന് മേലെ എടുത്തു ചുരം ഇറങ്ങി വരാൻ. അപ്പോൾ നമ്മൾ നേരെ അക്കരക്കുട്ടിയിലേക്കാണ് പോകുന്നത്. ഇന്ന് എൻ്റെ ഫ്രണ്ട് കൂടി ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നമ്മളിവിടുന്ന് പോകുമ്പോൾ ഈ വെള്ളത്തിൽ ശുദ്ധി ചെയ്തിട്ട് വേണം അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് ശ്രദ്ധിച്ചാണ് നമ്മളെല്ലാം കഴിയേണ്ട. പോലീസുകാരൊന്നും അധികം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വിടുന്നില്ല. അത്യാവശ്യം കുളിക്കാനുള്ള രീതിയുണ്ട്. അവിടുന്ന് മാത്രം കുളിച്ചിട്ട് കയറാനുള്ള രീതിയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആരെയാണെന്നറിയാം. സ്ത്രീകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ശിവേരി കഴിഞ്ഞ് നമ്മുടെ ഗജവീരന്മാരും ഇവിടുന്ന് ഇറങ്ങുന്നതാണ് ഇന്ന ദിവസം. അത് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനമുള്ളത്. അപ്പോൾ ഗജവീരൻ ഈ പുഴ കടന്നിട്ടാണ് തിരിച്ചു പോവുക. അപ്പോൾ അത്യാവശ്യം നല്ല ഒഴുക്കുള്ളതാണ്. പക്ഷെ എല്ലാ വർഷവും അതേപോലെ തന്നെയാണ്. ഈ പുഴ കടന്നിട്ടാണ് ഗജവീരന്മാർ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ഞാൻ ഇതിനു മുമ്പും കൊട്ടിയൂരമ്പലത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഈ ഒരു ദിവസം വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാഴ്ച ഇതുവരെ നേരിൽ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എന്തോ ഇപ്രാവശ്യം എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ആനയ്ക്ക് യാത്രയപ്പ് നൽകുന്നത് ഈ കാണുന്ന സീൻ മാത്രമല്ല കേട്ടോ. അമ്പലത്തിലും അതിന് ശീവേലി കഴിഞ്ഞ് ആനയൊട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഗജവീരന്മാരെ യാത്ര ചെയ്യിക്കുന്നത്. ആനയ്ക്ക് യാത്രയെല്ലാം നൽകി നമ്മൾ നേരെ അമ്പല സന്നിധിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന്. സാധാരണ സ്ത്രീകളും ആനയെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ആണുങ്ങൾ മാത്രമാകുമ്പോൾ വലിയ തിരക്കില്ല. പക്ഷേ ഇപ്രാവശ്യം കർണാടകയിൽ നിന്നും ഒരുപാട് ഭക്തജനങ്ങൾ ഈ ഒരു അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് എന്തായാലും അമ്പലത്തിനുണ്ട്. പുഴയിലേക്ക് ചെന്നു അവിടുന്ന് കല്ലെടുത്ത് ചന്ദനം ഉണ്ടാക്കുകയാണ്. ഇവിടെ നമ്മൾ ഏത് കല്ലെടുത്ത് വരച്ചാലും ഇതുപോലെ ചന്ദന കളറായിട്ടായിരിക്കും കിട്ടുക. അതിവിടുത്തെ ഒരു പ്രത്യേകത കൂടിയാണ് കേട്ടോ. നമുക്കിനി അമ്പലത്തിലേക്ക് പോകാം. നമ്മൾ കൊട്ടിയൂരിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് ബാവലി നദിയുടെ പടിഞ്ഞാറൻ കരയിലും മറ്റൊന്ന് കിഴക്കൻ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ കരയിലാണ് അക്കരെ കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത്. ഇത് വൈശാഖ മഹോത്സവത്തിൽ മാത്രം തുറക്കുന്ന ഒരു താൽക്കാലിക ആശ്രമമാണ്. നദിയുടെ പടിഞ്ഞാറക്കരയിലുള്ള വടക്കേശ്വരം അഥവാ ഇക്കര കൊട്ടിയൂർ എന്ന് പറയുന്നത് മറ്റെല്ലാ ക്ഷേത്രങ്ങളെപ്പോലെയും സ്ഥിരമായി തുറക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ്. വൈശാഖ മഹോത്സവത്തിൻ്റെ 27 ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും സാധാ ക്ഷേത്രങ്ങൾ പോലെ തന്നെ ഇത് തുറക്കുന്നതാണ്. ഏകദേശം 80 ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു പുണ്യകാവിന് നടുവിലുള്ള ഇടതൂർന്ന വനപ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നദിയുടെ കിഴക്കേ കരയിലുള്ള ക്ഷേത്രമായ അക്കരക്കുട്ടിയിൽ ദക്ഷൻ്റെ യാഗസ്ഥലമായാണ് പുരാണങ്ങൾ പറയുന്നത്. അക്കരക്കുട്ടിയിലെ യാഗസ്ഥലം ഞാൻ ഇതിൽ പകർത്തുന്നില്ല. കാരണം അതിവിടെ വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു പവിത്ര നഷ്ടമാകുന്നുള്ളത് കൊണ്ട് മാത്രം കേട്ടോ.
അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ദർശനമെല്ലാം കഴിഞ്ഞ് നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനായി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓടപ്പവും കാര്യങ്ങളൊക്കെയാണ് എന്താണെന്ന് ഇവിടുത്തെ മെയിനാണ് ഓടപ്പൂ കേട്ടോ. അപ്പോൾ അതും മേടിച്ച് നമ്മൾ തിരികെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ വീണ്ടും ഇതുപോലെ ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. താങ്ക് യു.